താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ കുട്ടികളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോലീസ് സൗകര്യമൊരുക്കി കൊടുക്കുന്നതിൽ വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സംരക്ഷണത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഇതാദ്യമല്ല. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള സ്വാഭാവിക നടപടി മാത്രമേ പോലീസ് കൈക്കൊണ്ടിട്ടുള്ളൂ. കുട്ടികൾ ക്രൈമിൻ്റെ ഭാഗമായാൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ പെറ്റി ഒഫൻസ് എന്ന നിലയിലും 3 വർഷത്തിൽ കൂടുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ സീരിയസ് ഒഫൻസ്, 7 തൊട്ട് മുകളിലേക്കുള്ള വർഷത്തിൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഹീനിയസ് ഒഫൻസ് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിലെ ആദ്യ 2 വിഭാഗങ്ങൾ പ്രകാരമുള്ള കേസുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ടതോ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതോ അല്ല. ഹീനിയസ് ഒഫൻസിൽ പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന FIR റിപ്പോർട്ട് ചെയ്യേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിലല്ല. മജിസ്ട്രേറ്റും സാമൂഹ്യ പ്രവർത്തകരും സൈക്കോളജിസ്റ്റും ചേർന്നുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന സംവിധാനത്തിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതും കുട്ടികൾ ഹാജരാകേണ്ടതും. ഈ നിയമപ്രകാരം ഏത് കുറ്റകൃത്യമാണെങ്കിലും ജാമ്യക്കാരുടെ സാന്നിധ്യമില്ലാതെ തന്നെ കുട്ടികൾക്ക് ജാമ്യം നൽകണം എന്നാണ് നിയമം. താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകം ഹീനിയസ് ഒഫൻസാണ് നടന്നിട്ടുള്ളത്. പക്ഷേ നിലവിലെ കേസിൻ്റെ അന്വേഷണം പോലും ആരംഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് നിയമവാഴ്ച നിലനിൽക്കുന്ന സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.